സൂറത്തുൽ കൗസർ പാരായണം നമുക്ക് പരിശീലിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആദ്യ വചനം ഇന്നാ അഅ്തൈനാക. ഇതിൽ നൂൻ മുഷദ്ദദ, ഷദ്ദ് നൽകപ്പെട്ട നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇന്നാ എന്ന അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ദീർഘാക്ഷരമായ അലിഫും ശേഷം അടുത്ത പദത്തിൻ്റെ ആരംഭത്തിലായിക്കൊണ്ട് ഹംസയും വേർപിരിഞ്ഞു വന്നു. അതുകൊണ്ടാണ് മുൻഫസിൽ എന്ന് പേര് പറയുന്നത്, വേർപിരിഞ്ഞത് എന്നർത്ഥം. അഅ്തൈനാക, അഅ്തൈനാക, ഐന്, ത്വാ തുടങ്ങിയ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തെറ്റുകൂടാതെ ഉച്ചരിക്കണം. ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യമാണ്. ത്വയ്നാക, ത്വാ തഫ്ഖീമോടുകൂടി ഉച്ചരിക്കേണ്ട ഹർഫാണ്. ത്വാ. അഅ്തൈനാക എന്നാൽ തഫ്ഖീം മറ്റക്ഷരങ്ങൾക്കൊന്നും വരാതെ സൂക്ഷിക്കേണ്ടതുമാണ്. അൽ കൗസർ, കൗസർ, റായിന് മാത്രം തഫ്ഖീം നൽകണം. വഖഫ് ചെയ്യുമ്പോൾ റായിൽ തഫ്ഖീം നൽകിക്കൊണ്ട് കൗസർ എന്ന് ഉച്ചരിക്കണം, പെരുപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുക. തഫ്ഖീം എന്നാൽ പെരുപ്പിക്കൽ, സ്വരഭാരത്തോടെ ഉച്ചരിക്കൽ എന്നൊക്കെ അർത്ഥം. ഫസ്വല്ലി, ഈ പദത്തിൽ സ്വാദിന് തഫ്ഖീം നൽകണം, പെരുപ്പിച്ചുച്ചരിക്കണം. ഫസ്വല്ലി ലി റബ്ബിക, റായിന് തഫ്ഖീം നൽകി പെരുപ്പിച്ച് ഉച്ചരിക്കണം. വൻഹർ, ഇതിലെ സാക്കിന നൂനിനെ മണിക്കാതെ ഇൽഹാർ ഹൽക്കി നൽകി വെളിവാക്കി ഉച്ചരിക്കണം. റായിന് തഫ്ഖീം നൽകണം. ഇന്ന, നൂൻ മുഷദ്ദദ, ഷദ്ദ് നൽകപ്പെട്ട നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഷാനിഅക ഹുവൽ അബ്തർ, അബ്, ബാഇൻ്റെ സുക്കൂൻ ഖൽഖല നൽകി വ്യക്തമാക്കി ചലിപ്പിക്കണം. റായിന് തഫ്ഖീം നൽകിക്കൊണ്ട് വഖഫ് ചെയ്യണം. പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ. فصل لربك وانحر. إن شانئك هو الأبتر.